നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദമ്പുരി. വൈശാഖ മാസത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ വൈശാഖ മാസത്തിലെ പ്രാധാന്യത്തെക്കുറിച്ച്, വൈശാഖ മാസത്തിൽ ഭഗവാൻ പത്നി സമേതനായിട്ട് മഹാവിഷ്ണു ഭഗവാൻ ഭൂമിയിൽ വരുന്നതിനെക്കുറിച്ച്, നമ്മുടെ ഭക്തിയും ജീവിതചര്യകളും കാണുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായി സംവദിച്ചിട്ടുണ്ട്. കാരണം ഈ വൈശാഖ മാസത്തിലെ നാമജപാദികൾ എന്നൊക്കെ പറഞ്ഞാൽ ഭഗവാൻ നേരിട്ട് കേൾക്കുകയാണ്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാധാന്യമാണ് വൈശാഖത്തിലെ അമാവാസി എന്ന് പറയുന്നത്. ഈ വരുന്ന മെയ് മാസം 27-ാം തീയതിയാണ് ഈ വൈശാഖ അമാവാസി. ശരിക്ക് നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും നമ്മൾ പുണ്യങ്ങളെ ഉൾക്കൊള്ളുന്നത്, നമ്മുടെ പുണ്യങ്ങളെ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ അച്ഛനിൽ നിന്നും മുത്തശ്ശനിൽ നിന്നും അമ്മമാരിൽ നിന്നും മുത്തശ്ശിമാരിൽ നിന്നും നമ്മുടെ പൂർവികരായി നിൽക്കുന്ന പിതാമഹന്മാരിൽ നിന്നാണ് നമുക്ക് പുണ്യം കൂടുതലായി ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊക്കെ നിരന്തരം നിങ്ങളോടാണെങ്കിലും നാമം ജപിക്കാനും അമ്പലത്തിൽ പോകുന്നതിനൊക്കെ ചെയ്യാൻ പറയുന്നത്. നമ്മുടെ പരമ്പരയുടെ നന്മയ്ക്കുള്ള പുണ്യകർമ്മങ്ങളെ നമ്മൾ ചെയ്തു വയ്ക്കുക. അപ്പം നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ചെയ്ത ആ പുണ്യത്തിൻ്റെ ഫലമാണ് പലപ്പോഴും നമ്മൾ കിട്ടുന്നത്. അപ്പം ആ പുണ്യ ദിവസം അവരെ സ്മരിക്കുക, അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയും കൂടി ഒരു പ്രാധാന്യമുണ്ട് വൈശാഖത്തിലെ അമാവാസി ദിവസം. ശരിക്കും വൈശാഖത്തിലെ അമാവാസി ദിവസം നമ്മൾ നാമജപം പോലെ തന്നെ, നാമജപത്തിലൂടെ കിട്ടുന്ന പുണ്യം പോലെ തന്നെ പിതൃകർമ്മം ചെയ്ത് പുണ്യത്തെ കൊണ്ടുവരിക. ഈ പിതൃക്കളുടെ അനുഗ്രഹം കിട്ടിയാൽ ഒരു കുടുംബത്തിൽ വേറെ ഒന്നും വേണ്ട എന്നാണ് പറയുന്നത്. നമ്മുടെ മരിച്ചുപോയ നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹം പൂർണ്ണമായും നമുക്ക് ലഭിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കേമാണ് നമുക്ക് പിതൃ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ. അപ്പം വൈശാഖ മാസത്തിൽ വരുന്ന, അല്ലെങ്കിൽ വൈശാഖത്തിൽ വരുന്ന അമാവാസ്യക്ക് നമ്മുടെ ജീവിതത്തിനകത്തെ, അല്ലെങ്കിൽ നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ കുട്ടികളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലേക്ക് പൂർണ്ണമായ സാക്ഷാത്കാരം ലഭിക്കുന്നതിന് വേണ്ടി അത്യന്താപേക്ഷിതമാണ് ഏതൊരു കുടുംബത്തിലും ഈ പിതൃനുഗ്രഹം. ആ പിതൃവിൻ്റെ അനുഗ്രഹത്തിന് ഏറ്റവും ഉത്തമമായ ദിവസമാണ് വൈശാഖത്തിലെ അമാവാസി ദിവസം. അതുപോലെ തന്നെയാണ് വൈശാഖത്തിലെ അമാവാസി ദിവസം ഈ നമ്മുടെ പിതൃക്കളെ സ്മരിക്കുക, അവർക്ക് വേണ്ടി ബലിയിടുക, പിതൃതർപ്പണം ചെയ്യുക. അത്രയ്ക്ക് തന്നെ പരമപവിത്രമായൊരു സംഭവമാണ് ദാനം ചെയ്യുക. അന്നത്തെ ദിവസം ഭക്ഷണങ്ങൾ ദാനം ചെയ്യുക, വസ്ത്രാദികൾ ദാനം ചെയ്യുക. അതിഗംഭീരമാണ് ഇത് ചെയ്യുമ്പോൾ അത് പിതൃക്കൾക്കും ഗുണം ചെയ്യും. പിതൃക്കൾക്ക് നമ്മുടെ പിതൃകർമ്മം കൊണ്ട് അവർക്ക് ഗുണം കിട്ടും. ആ പിതൃക്കൾ പ്രീതിപ്പെടുമ്പോൾ നമ്മൾക്കും നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും പരമ്പരയ്ക്കും രക്ഷ കിട്ടും. അപ്പം അങ്ങനെ പരസ്പരമായിട്ട് ഒരുപാട് സുഹൃതത്തെ സമ്പാദിപ്പിക്കാൻ പറ്റിയ ദിവസമാണ് ഈ വൈശാഖത്തിലെ അമാവാസി ദിവസം. അതുപോലെ തന്നെ അന്ന് അനാഥാലയങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക ഏറ്റവും കേമത്താണ്. കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുക അതിഗംഭീരമാണ്. ഇത്തിരി എള്ളൊക്കെ കുഴച്ച് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കാമെങ്കിൽ അതികേമത്താണ്. അതുപോലെ തന്നെയാണ് വസ്ത്രങ്ങൾ, ഒരു മുണ്ടായാലോ ഒരു തോർത്തായാലോ വസ്ത്രങ്ങൾ ദാനം ചെയ്യുക. അതുപോലെ തന്നെ അന്നത്തെ ദിവസം ഉപവാസങ്ങൾ എടുക്കാമെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മഹാദേവ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, മഹാദേവനുമായി ബന്ധപ്പെട്ട് ഉപവാസങ്ങൾ എടുക്കുക. പിറ്റേ ദിവസം പാരണ വിടാമെങ്കിൽ അതധികം എല്ലാവരോടും ഒന്നും പറയണില്ല, എങ്കിലും അത് ഗംഭീരമാണ്. അതല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവും ഒന്ന് മഹാദേവ ക്ഷേത്രങ്ങളിൽ പോയി തൊഴുക, ദീപങ്ങൾ തെളിയിക്കുക, അലങ്കാര ദീപങ്ങൾ തെളിയിക്കുക, അവിടെ എണ്ണ കൊണ്ട് കൊടുക്കുക, ഭഗവാന് കൂവളത്തലമാല കൊടുക്കുക, ഈ എള്ളെണ്ണ കൊടുത്ത് അഭിഷേകം ചെയ്യിപ്പിക്കുക, ഇത്യാദി കർമ്മങ്ങൾ ചെയ്യുന്നതും അതിഗംഭീരമാണ്. അതുപോലെ തന്നെ അന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ നാമജപാദികൾ, നമഃശിവായ നാരായണായ നമഃ ധാരാളം ജപിക്കുന്ന പുണ്യത്തെ വരുത്തുന്നു, പുണ്യ കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പോൾ വൈശാഖത്തിലെ അമാവാസി എന്ന് പറഞ്ഞാൽ ഒട്ടനവധി കാര്യങ്ങൾക്ക് നമുക്ക് സുഹൃതമാണ്. നമ്മളെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നത്, എല്ലാവരും നമ്മൾ നന്മകൾ ചെയ്യുന്നത്, നമ്മളെല്ലാവരും ഈശ്വരന്മാരെ പ്രാർത്ഥിക്കുന്നത് എന്തിനാ? നമ്മളുടെ സുഹൃതം ഉണ്ടാവാൻ. സുഹൃതമുണ്ടായാലേ കുടുംബത്തെ ഐശ്വര്യം ഉണ്ടാവുള്ളൂ. സുഹൃതമുണ്ടായാലേ കുടുംബത്തെ ശ്രേഷ്ഠമായ ജീവിതം ഉണ്ടാവുള്ളൂ. സുഹൃതമുണ്ടായാലേ നമ്മുടെ പരമ്പര നന്നാവുള്ളൂ. സുഹൃതമുണ്ടായാലേ നമ്മുടെ പരമ്പരയ്ക്ക് സൗഭാഗ്യങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങൾക്കും സുഹൃതം എന്ന് പറഞ്ഞ വാക്കാണ് വേണ്ടത്. ആ സുഹൃതം നമ്മൾ ചെയ്യുന്ന നാമ ജപ തർപ്പണ ദാന കർമ്മ പിതൃവിഷയത്തിലൂടെയാണ് നമുക്ക് ഈ സുഹൃതം ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വൈശാഖത്തിലെ അമാവാസി ദിവസം ഒട്ടനവധി ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ ദിവസമായതുകൊണ്ട്
അന്ന് പരമാവധി ആൾക്കാർക്ക് പിതൃതർപ്പണമോ പിതൃകർമ്മങ്ങളോ ബലിയോ ഇടാം. അടുത്ത് ബലിയിടാൻ പറ്റുന്ന ക്ഷേത്രങ്ങളുടെ ബലി ഇടണം പോയി. നമ്മുടെ കുടുംബത്തിലെ പരമ്പര അനുസരിച്ചുള്ള പിതൃക്കൾക്ക് ബലികർമാദികൾ ചെയ്യുക, പിതൃതർപ്പണങ്ങൾ നടത്താം. അതുപോലെ തന്നെ പക്ഷി മൃഗാദികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുക, ദാനങ്ങൾ കൊടുക്കുക. അങ്ങനെ ഏതെങ്കിലും 1-2 കാര്യമെങ്കിലും എന്നെ ശ്രവിക്കുന്നവർ നിർബന്ധമായും ചെയ്യണം. അത്ര പ്രാധാന്യമാണ്. ഓരോ ദിവസത്തിനെയും പ്രാധാന്യം ഉൾക്കൊണ്ട് ചെയ്യുമ്പോഴാണ് അതിന് ഗുണം കിട്ടുന്നത്. ശരിയല്ലേ? അപ്പോൾ ആ ഗുണം നിങ്ങളിലേക്ക് ലഭിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് വൈശാഖ അമാവാസി എന്ന് പറയുന്നത് വൈശാഖത്തിൽ തന്നെ കിട്ടാവുന്ന കേമത്തമായൊരു ദിവസമായതുകൊണ്ട് അന്നത്തെ പൂർണ്ണമായ പുണ്യത്തെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ആ ദിവസത്തിൻ്റെ മുഴുവൻ പേര് ഉപവാസം എടുത്തെങ്കിലെങ്കിലും ക്ഷേത്രദർശനങ്ങളും പിതൃകർമ്മങ്ങളും ദാനകർമ്മങ്ങളും ഒക്കെ ചെയ്ത് ഭഗവാനെ പ്രാർത്ഥിച്ച് ആ ജപം കാര്യമൊക്കെ നടത്തി ആ ഒരു ദിവസം കൊണ്ട് മാക്സിമം പുണ്യത്തെ നമ്മുടെ കുടുംബത്തിൽ വരുത്തുകയും പിതൃദോഷത്തെ അകറ്റാനും പറ്റിയ ദിവസം, പിതൃക്കൾക്ക് പ്രീതിയാകുകയും ചെയ്യും അന്നത്തെ കർമ്മം കൊണ്ട്. അതുകൊണ്ട് വൈശാഖ അമാവാസി എന്ന് പറയുന്നത് എല്ലാ രീതിയിലും അത് വളരെ നന്നായി നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ തന്നെ അത് അതിൻ്റേതായ രീതിയിൽ എല്ലാവരും ചെയ്തിരിക്കണം. അതൊരു ഗുണകരമാണ്. സുഹൃതത്തിന് വേണ്ടിയിട്ടാണ്, ദുഷ്കൃതത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ഐശ്വര്യത്തെ സ്വീകരിക്കാൻ വേണ്ട പരമ്പരയുടെ ശ്രേഷ്ഠതയ്ക്ക് നല്ലതാണ്. നമസ്കാരം. ഗോവിന്ദ് നമ്പൂരി. നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദ് നമ്പൂരി. ഈ വർഷം പ്രധാനപ്പെട്ട 3 ഗ്രഹങ്ങളുടെ പകർച്ചകൾ ഒരുമിച്ച് വന്ന കാലഘട്ടമാണ് ഞാൻ മുൻപ് നിങ്ങളോട് സംവദിച്ചിട്ടുണ്ട്. ശനിയുടെ പകർച്ച 2.5 വർഷം കൂടുമ്പോഴാണ്. അത് കഴിഞ്ഞു 1 മാസം മുമ്പ്. വ്യാഴത്തിൻ്റെ പകർച്ച കഴിഞ്ഞു. അതുപോലെ തന്നെ അതിപ്രാധാന്യമായ ഒരു ഗ്രഹപ്പകർച്ചയാണ് രാഹുകേതുക്കളുടെ പകർച്ച. രാഹുകേതുക്കളുടെ പകർച്ച എന്ന് പറഞ്ഞാൽ രാഹുവും കേതുവും ഒരേ സമയത്ത് ഒരുപോലെയാണ് പകർച്ച മാറുന്നത്. ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് മാറുന്നതിനെയാണ് പകർച്ച എന്ന് പറയുന്നത്. അപ്പോൾ 2 ഗ്രഹങ്ങളും ഒരുപോലെയാണ് മാറുന്നത്. വ്യാഴം ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് സഞ്ചരിക്കുന്നു. ശനിയാണെങ്കിലോ കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് പോകുന്നു. അവരിങ്ങനെ മുൻപോട്ടാണ് പോകുന്നത്. എന്നാൽ രാഹുകേതുക്കൾ അങ്ങനെയല്ല, പുറകോട്ടാണ് സഞ്ചരിക്കുന്നത്. ഇപ്പം മീനത്തിലാണ് രാഹു നിൽക്കുന്നത്. ആ രാഹു കുംഭത്തിലേക്ക് വരും. കന്നിയിൽ നിൽക്കുന്ന കേതു ചിങ്ങത്തിലേക്ക് വരും. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പുറകോട്ട് സഞ്ചരിക്കുന്ന 2 ഗ്രഹങ്ങളാണ്. രാഹുകേതുക്കളുടെ പകർച്ച എന്ന് പറയുന്നത് ഒരു വർഷക്കാലമാണ്. എല്ലാ വർഷവുമാണ് അവർ മാറുന്നത്. വ്യാഴം അതുപോലെ ഒരു വർഷമാണ്. ഈ ശനിയെപ്പോലെ തന്നെ രാഹുകേതുക്കൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഗ്രഹപ്പകർച്ച കാലഘട്ടം. കാരണം ജീവിതത്തിൽ ഒട്ടനവധി ദുരിതങ്ങളുണ്ടാക്കാനും തടസ്സങ്ങളുണ്ടാക്കാനും ഒക്കെ രാഹുകേതുക്കളുടെ പകർച്ച കൊണ്ട് സാധിക്കും. അതുപോലെ ദുരിതങ്ങളും സങ്കടങ്ങളും മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പരിഹാരാർത്ഥം കൊണ്ടു നടക്കുന്നത് വളരെ നല്ലതാണ്. ശൈവ ഗ്രഹങ്ങളായ കാരണം ശൈവ സംബന്ധി ആയതുകൊണ്ടും ഈ 2 ഗ്രഹങ്ങൾക്കും ഏകദാ ദൈവ സങ്കല്പത്തിൽ നമഃശിവായ ജപം വളരെ നല്ലതാണ്. പിന്നെ അതാത് കൂറിൻ്റെ അനുസരിച്ച് അതാത് ഫലങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. അതിൻ്റെ എന്തായാലും ഈ കേതുവിനെ നമ്മൾ പ്രതികരിക്കുന്ന ഗണപതിയായിട്ടാണെങ്കിലും രാഹുവിനെ നമ്മൾ എന്താ പറയണേ മഹാദേവ സങ്കല്പത്തിലും പ്രാർത്ഥിക്കാം, രാഹുവായിട്ടും സങ്കല്പിക്കാം. ആ 2 രീതിയിലും സങ്കല്പിച്ച് നമുക്ക് വഴിപാട് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതും പ്രാർത്ഥനാ കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ്. പറയുന്നത് പോലെ വഴിപാടുകൾ നടത്തുകയും പറയുന്നത് പോലെ തന്നെ പ്രാർത്ഥനാ സങ്കല്പം നടത്തുകയും ചെയ്താൽ ഒരു ഗ്രഹപ്പകർച്ചയും നമുക്കൊരിക്കലും ദോഷമാകില്ല എന്നുള്ള വേറെ വസ്തുത. ആ ദോഷങ്ങൾ നിങ്ങൾ കേൾക്കാതിരിക്കുക എന്നുള്ളതാണ്. മുൻകൂട്ടി തന്നെ ആ ഗ്രഹപ്പകർച്ച വിഷയം പറയുകയും ആ ഗ്രഹപ്പകർച്ച കൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങളെ കാണിച്ചു തരികയും നിങ്ങളതുപോലെ പ്രാർത്ഥിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുകയും ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ രക്ഷ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ ചെയ്യുമെന്ന് എനിക്കറിയാം, നിങ്ങളെ രക്ഷപ്പെടണമെന്നുണ്ടെന്നും എനിക്കറിയാം. അപ്പോൾ നമുക്ക് അത് 12 കൂറായിട്ടാണ് നമ്മുടെ നക്ഷത്രങ്ങൾ കിടക്കുന്നത്. മേടം തൊട്ട് മീനം വരെ 12 കൂറായിട്ടാണ്. ഓരോ കൂറുകളുടെയും നിലവിലുള്ള അവസ്ഥാവിശേഷങ്ങളാണ് ആദ്യം പറയാൻ പോകുന്നത്. അശ്വതിയും ഭരണിയും കാർത്തികക്കാല് എന്ന് പറയുന്ന മേടക്കൂറ്. ഈ മേടക്കൂറുകാർക്ക് എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ
നിലവിൽ 12-ാമടുത്ത് വ്യാഴവും 6-ൽ കേതുവും, അല്ല 12-ാമടുത്ത് രാഹുവും 6-ൽ കേതുവാണ് സഞ്ചരിക്കുന്നത്. 12 രാഹുവും 6-ൽ കേതു. അത് കഴിഞ്ഞ ഒരു വർഷക്കാലം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ദുരിതങ്ങളും ചെറിയ ചെറിയ രോഗപീഠകളും മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. അവർക്ക് ഇപ്പോൾ ഈ ഇടവമാസം 4-ാം തീയതി തൊട്ട്, അല്ലെങ്കിൽ ഈ രാഹുകേതുക്കളുടെ പകർച്ചയോട് കൂട്ടി 11-ാം ഭാവത്തേക്ക് രാഹുവിൻ്റെ, അതായത് കുംഭൻ രാശിയിലേക്കാണ് രാഹു പകരണത്. അപ്പം മേടൻ രാശിയുടെ 11-ലേക്ക് രാഹു വരും, മേടൻ രാശിയുടെ 5-ാം ഭാവത്തേക്ക് കേതുവും വരും. ശരിക്കും അത്ര ദുര്യോഗം പഠിച്ച ഒരവസ്ഥാവിശേഷം എന്നൊന്നും പറയാനില്ല, കണ്ടമാനം ദോഷങ്ങളൊന്നും പറയാനില്ല. എങ്കിൽ പോലും ചില ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് കാലതാമസങ്ങൾ വരാം. നമ്മൾ നടക്കും വിചാരിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ അവസാന നിമിഷം നടക്കാതെ വരാം. അതുപോലെ കുട്ടികൾക്ക് ചെറിയ ചെറിയ ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ വരാം, കുട്ടികൾക്ക് വിഷമതകൾ വരാം, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ മേടക്കൂറുകാർ 5-ാമടുത്ത് കേതുവിൻ്റെ ബന്ധമൊക്കെ വരുന്നത് കൊണ്ടും ഗണപതി ഭജനത്തിന് ഒട്ടും കുറവ് വരുത്തുണ്ടാവും. പരമാവധി ആഴ്ചയിലൊരിക്കൽ ഏതമ്പലത്തിലായാലും ഗണപതിക്ക് കറുകമാല ചാർത്തുക, മാസത്തിൽ നവഗ്രഹങ്ങൾ അടുത്തുണ്ടെങ്കിൽ നവഗ്രഹത്തെ പോയി തൊഴുക, ഇല്ലെങ്കിൽ പക്കപ്പിറന്നാളിന് ശിവന് ധാര കഴിക്കുക, ഇത്യാദി വഴിപാടുകളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഈ നമുക്കൊരു അത്യാവശ്യമായി സന്താന വിഷയങ്ങൾ എന്തെങ്കിലും നടക്കേണ്ടതൊക്കെ കാര്യങ്ങൾ വന്നാൽ, നമുക്ക് തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, അത് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ ഒരു വെപ്രാളം വന്നാൽ, അത് കൃത്യമായി പരിശോധിച്ച ശേഷം ചെയ്യുന്നതാണ് വളരെ നല്ലത്. മേടക്കൂറുകാർ ധൃതി പിടിച്ച് കുട്ടികളുടെ കാര്യത്തിലൊന്നും തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ചില വിഷയങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പറഞ്ഞ പോലെ തന്നെ ജപാദികൾ നന്നായിട്ട് കൊണ്ടു നടക്കണം. ജപത്തിലൊന്നൊരു കുറവ് വരുത്തരുത്. ഒന്നാമത് 7:30 ശനിക്കാലാണ്. അപ്പോൾ അതുകൊണ്ട് ശനിയാഴ്ച ശാസ്താവിനെയോ മഹാദേവനെയൊക്കെ തൊഴുന്നത് നല്ലതാണ്. ഒപ്പം തന്നെ രാഹുവും അനുകൂലവും മഹാദേവനെ തൊഴുതാൽ. അപ്പോൾ അതുകൊണ്ട് മേടക്കാർ ഇത്യാദി വിഷയമായിട്ട് പോയാൽ വളരെ വലിയ അല്ലലില്ലാതെ അങ്ങ് കടന്നു പോകും. അടുത്ത ഇടവക്കൂറാണ്. കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തരയും കൂടുന്ന ഇടവക്കൂറുകാരാണ്. ഈ ഇടവക്കൂറുകാർക്ക് വളരെ ഗംഭീര സമയം. വ്യാഴം 2-ലേക്ക് വന്നു, കണ്ടകശ്ശേരി പോയി. അങ്ങനെ ഈ വർഷം അവർ വളരെ കേമന്മാരാകാൻ പറ്റിയ ഒരു കാലഘട്ടത്തിലാണ് അവർ സഞ്ചരിക്കുന്നത്. കാരണം ചാരവശാൽ വ്യാഴാനുകൂല്യമുണ്ടെങ്കിൽ ധനപരമായ ഉയർച്ച, സാമ്പത്തികപരമായ ഉയർച്ചയൊക്കെ ഒത്തിരി ഉണ്ടാകുന്ന കാലഘട്ടമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കർമ്മത്തിലേക്ക് 10-ാം ഭാവത്തേക്ക് രാഹുവിൻ്റെ ബന്ധവും 4-ാം ഭാവമാവുന്ന ചിങ്ങൻ രാശിയിലേക്ക് കേതുവിൻ്റെ ബന്ധവും വരും. അപ്പോൾ ഈ ഇടവക്കൂറുകാർ തൊഴിൽപരമായി നിൽക്കുന്ന വിഷയങ്ങളിൽ, തൊഴിൽ സ്ഥാനത്ത് തീരുമാനങ്ങൾ എപ്പോഴും എടുക്കുമ്പോഴും സൂക്ഷിച്ച് വേണം. പെട്ടെന്ന് ജോലി മാറുന്ന കാര്യമൊക്കെ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് ചെയ്യുക. മനസ്സിലാവുന്നു. പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് കുറച്ച് ദൂരത്തേക്ക് നമുക്ക് ട്രാൻസ്ഫറുകളൊക്കെ വരാം. അല്ലെങ്കിൽ നമ്മുടെ മേലെ ഉള്ള അധികാരികളിൽ നിന്ന് ശാസനകൾ ഏറ്റിടാം. അല്ലെങ്കിൽ അനാവശ്യമായ അപ്രീതികൾ തൊഴിൽ സ്ഥലത്ത് സംഭവിക്കാം. വാഗ്വാദങ്ങൾ വരാം. അതിലൊക്കെ പ്രധാനം തൊഴിലിന് പോകാൻ മടി വരും. അതൊക്കെ ഒന്ന് മാറ്റി ശ്രദ്ധിക്കണം, നല്ലതാണ്. 4-ാം ഭാവത്ത് കേതുവിൻ്റെ ബന്ധവും ഇതുപോലെയൊക്കെ തന്നെയാണ്. കുടുംബപരമായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, കുടുംബത്തിൽ അസ്വസ്ഥതകളൊക്കെ വേണേൽ കാണിക്കാം. അനാവശ്യ ബന്ധുജന വിരോധങ്ങളൊക്കെ വരാം. അപ്പം അതുകൊണ്ട് ഈ ഇടവക്കൂറുകാർക്ക് ബാക്കി സമയം അനുകൂലമായതുകൊണ്ട് ഇതിൻ്റെ ഒരു ദുരിതം കൊണ്ട് അനുകൂലമായ കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായി മാസത്തിലൊന്ന് നവഗ്രഹത്തിൽ വഴിപാടുകൾ, രാഹുവിന് വഴിപാടുകളൊക്കെ കഴിക്കുക. ധാരാളം നമഃശിവായ ജപിക്കുക. മാസത്തിലൊന്ന് പക്കപ്പിറന്നാൾ ഗണപതി ഹോമം കഴിച്ചു പോവുക. ഗണപതിയെ നിർബന്ധമായി തൊഴുക. എല്ലാ ദിവസവും 10 മിനിറ്റെങ്കിലും ഗണപതിയെ നമഃ എന്നുള്ള നാമജപാദികൾ നടത്തുക. കേതുവിൻ്റെ കാരകൻ ഗണപതിയായിട്ടും രാഹുവിൻ്റെ കാരകൻ രാഹു കൊണ്ട് മഹാദേവനെ സങ്കല്പിക്കാം. അപ്പോൾ ശൈവ പ്രാർത്ഥനകൾക്ക് വർദ്ധിപ്പിന് കൂട്ടുക. ഗ്രഹപ്രാദോഷങ്ങളും സമയദോഷങ്ങളൊക്കെ മാറാൻ പ്രാർത്ഥിക്കുക. ഇത്യാദി കാര്യങ്ങൾ ചെയ്താൽ അവർക്കും ശുഭകരമായ ഒരു യാത്രയായിരിക്കും. അത് കഴിഞ്ഞ് മിഥുനത്തിലേക്ക് വരുമ്പം
മകയിരത്തിൻ്റെ അവസാനവും തിരുവാതിരയും പുണർത്തിൻ്റെ ആദ്യ ഭാഗം കൂടുന്ന ഈ മിഥുനക്കൂറുകാർക്ക് അവർക്ക് 12ാമത്തെ വ്യാഴമൊക്കെ കഴിഞ്ഞ് കുറേ നഷ്ടങ്ങളൊക്കെ സംഭവിച്ച് ലഗ്നത്തിലേക്ക് വ്യാഴം വന്ന് ഒന്ന് ശ്വാസം വീണ കാലഘട്ടത്തിലാണ്. അവർക്ക് 9ാം ഭാവത്തേക്ക് രാഹുവിൻ്റെ ബന്ധവും 3ാം ഭാവത്ത് കേതുവിൻ്റെ ബന്ധവുമാണ് പറയുന്നത്. പിതാക്കന്മാർ പിതൃതുല്യരായി നിൽക്കുന്ന ആൾക്കാർക്ക് ചില അസുഖങ്ങൾ വരിക, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളോർത്ത് അവരുമായിട്ടുള്ള കാര്യങ്ങളോർത്ത് മാനസിക ബന്ധങ്ങൾ, മാനസിക ദുരിതങ്ങൾ ഒരുപാടുണ്ടാവുക, ഇതിനൊക്കെ സാധ്യതകളുണ്ടാവുക. പിതൃസ്ഥാനങ്ങളിൽ എന്താ പറയണേ, നമുക്ക് ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, അങ്ങനെയൊക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മിഥുനക്കൂറുകാരും മാസത്തിൽ ഒരു ദിവസം എങ്കിലും ശിവക്ഷേത്രത്തിൽ ധാര എന്ന് പറയുന്ന വഴിപാട് കഴിക്കുക. അത് പക്കപ്പിറന്നാളിന് ചെയ്യാമെങ്കിൽ വളരെ കേമാണ്. അതുപോലെ അച്ഛൻ്റെ ജാതകമൊക്കെ പരിശോധിച്ച്, അല്ലെങ്കിൽ മുത്തശ്ശന്മാരുടെ, അച്ഛൻ്റെ അനുജന്മാരുടെ പിതൃതുല്യരായി നിൽക്കുന്ന ആൾക്കാരുടെ ജാതകമൊക്കെ പരിശോധിച്ച് അവർക്ക് സമയദോഷമുണ്ട്, അതിനൊക്കെ വഴിപാടുകൾ കഴിച്ചോളുക. പിന്നെ കൂടപ്പിറപ്പുകളുമായിട്ട് അനാവശ്യ വാഗ്വാദങ്ങൾക്ക് പോകാതിരിക്കുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വഴക്കിലൊക്കെ എത്തിച്ചേരും. എപ്പോഴും ഒരു ഗണപതി ഭജനം മനസ്സിൽ കരുതിക്കൊണ്ട് നടക്കുക, പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകുക, ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മതി, നന്നാവും. മിഥുനം കഴിഞ്ഞ് നമ്മൾ കർക്കിടകക്കൂറിലേക്ക് വരുമ്പോൾ പുണർത്തിൻ്റെ അവസാനവും പൂയവും ആയില്യവും കൂടുന്ന കർക്കിടകക്കൂറിൻ്റെ അഷ്ടമത്തിൽ രാഹുവും 2ൽ കേതുവാണ്. 12ാമത്തെ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അഷ്ടമശനിയൊക്കെ പോയിട്ടുണ്ട്. സമയം അല്പം ദോഷത്തിൽ തന്നെയാണ് കർക്കിടകക്കൂറ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ വൈഷ്ണവഭജനമൊക്കെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ശിരോസംബന്ധമായി നിൽക്കുന്ന അസുഖങ്ങൾ, മുഖസംബന്ധമായ അസുഖങ്ങൾ, ചെവിക്ക് പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ENT കംപ്ലയിൻസ് ഒക്കെ വരിക, അതിനൊക്കെ സാധ്യതയുണ്ട് അഷ്ടമത്തിൽ രാഹുവിനെ കൊണ്ട്. ത്വക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ശാരീരികമായ ചെറിയൊരു ദുരിത വിഷയങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും എന്താ പറയണേ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മഹാദേവനെ തൊഴുത് നന്നായി പ്രാർത്ഥിക്കുക. ഒരു ദിവസം നിർബന്ധമായ ആഴ്ചയിൽ മഹാദേവനെ തൊഴുക. അത് ഞായറാഴ്ച തൊഴാമെങ്കിൽ അതിഗംഭീരമാണ്. നമഃശിവായ ധാരാളം ജപിക്കണം. ദുരിതങ്ങളൊന്നും വരാതിരിക്കാൻ ധാരാളം ജപിക്കുക. അതുപോലെ തന്നെ ഈ 2ൽ കേതുവിൻ്റെ ബന്ധമാണ്. ദോഷം എന്ന് പറയാനില്ലെങ്കിലും സാമ്പത്തികപരമായി നിൽക്കുന്ന ധാരാളം വിഷയങ്ങൾ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക നഷ്ടങ്ങളും ദുരിതങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കാരണം മാസത്തിൽ നിർബന്ധമായ ഒരു ഗണപതി ഹോമം എന്തായാലും നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ കഴിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമഃശിവായ ജപം, നാരായണനാമ ജപം 12ാമത്തെ വ്യാഴമാണ്. അപ്പോൾ നമഃശിവായ്ക്ക് നാരായണനാമത്തിനും പ്രാധാന്യം കൊടുത്തുള്ള നാമജപാദികൾ നിർബന്ധമായി ചെയ്യുക. അടുത്ത ചിങ്ങക്കൂറിലേക്ക് വരാം. മകവും പൂരവും ഉത്രത്തിൻ്റെ ആദ്യ ഭാഗം കൊടുത്ത ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറുകാരുടെ കണ്ടകശനിയൊക്കെ തീർന്ന് 11ാമത്തെ വ്യാഴമൊക്കെ വന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വളരെ ഗംഭീരമായി നിൽക്കുന്ന സമയമാണ് അവർക്ക്. ദോഷങ്ങളെന്നൊന്നും പറയാനില്ല, അധികം ദുരിതങ്ങളിൽ നിന്നും പറയാനില്ല. അങ്ങനെ അതിലേക്ക് കടക്കാൻ പോവുകയാണിപ്പം, കടന്നു തുടങ്ങി. കാരണം വ്യാഴത്തിൻ്റെ പകർച്ചയോടുകൂടി അനുകൂലമായി കാര്യങ്ങൾ. അവർക്ക് 7ാം ഭാവത്തേക്ക് രാഹുവിൻ്റെ ബന്ധവും ലഗ്നത്തിൽ കേതു വരുന്നത്. കളത്ര വിഷയങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അനാവശ്യമായി നിൽക്കുന്ന സംസാരങ്ങൾ, അനാവശ്യമായി നിൽക്കുന്ന കുടുംബത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾക്കൊന്നും ഒരുപാട് ഇടയുണ്ടാക്കാതിരിക്കുക. നമ്മൾ ആലോചിച്ച് മാത്രം സംസാരിക്കണം എന്നുള്ളതാണ്. കളത്ര വിഷയത്തിൽ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കുക. അത് നോക്കുന്നതല്ല. ദൂരദേശത്തേക്ക് യാത്രയൊക്കെ ചെയ്യുവാണെങ്കിൽ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പൊതുപരിപാടികൾ പങ്കെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഒക്കെ നല്ലതാണ്. പിന്നെ ഒരു ക്ഷീണം തോന്നാം, ദുരിതങ്ങൾ തോന്നാം, അസ്വസ്ഥയൊക്കെ തോന്നാം. അതിന് ഏറ്റവും നല്ലത് ഗണപതിയെ മാക്സിമം പ്രാർത്ഥിച്ചോളുക, നന്നായിട്ട് തൊഴുതുകൊള്ളുക. ഈ പറഞ്ഞ പോലെ ഈ ചിങ്ങക്കൂറുകാരും മാസത്തിൽ ശിവന് പിൻവിളക്കം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു വർഷക്കാലം അതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ധാരാളം നമഃശിവായ ജപിച്ചോളൂ, അത് വളരെ ഗുണത്തിലേക്ക് പ്രദാനം ചെയ്യും.
അതിനുശേഷം നമ്മൾ കന്നിക്കൂറിലേക്ക് വരുമ്പം ഉത്രത്തിൻ്റെ അവസാനവും അത്തവും ചിത്തിരയും കൂടുന്ന കന്നിക്കൂറുകാർക്ക് കന്നിയിലായിരുന്നു കേതു, 7-ലായിരുന്നു രാഹു. അവർക്ക് 6-ലേക്ക് രാഹുവും 12-ാമിടത്തേക്ക് കേതുവും പോവുകയാണ്. അപ്പോൾ 10-ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അത്ര ദോഷകരമായൊരു അവസ്ഥാവിശേഷം എന്നൊന്നും പറയാനില്ല. ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നൊരു കാലഘട്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ 7-ൽ ശനിയൊക്കെ നിൽക്കുന്ന കാരണം കണ്ടകശനിയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ശനി ഞായർ ദിവസങ്ങളിൽ മഹാദേവനെ തൊഴുത് കഴിയുമ്പോൾ 6-ലെ രാഹുവും 7-ലെ ശനിയുടെയും ദുരിതങ്ങളൊക്കെ മാറും. വൈഷ്ണവ പ്രാർത്ഥന ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മാറ്റം കൊണ്ട് വലിയ ദുരിതത്തിലേക്കൊന്നും അവർക്ക് എത്താനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കന്നി കഴിഞ്ഞ് തുലാത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ചിത്രയുടെ അവസാനവും ചോദ്യവും വിശാഖത്തിൻ്റെ ആദ്യവും കൂടുന്നത്. 5-ാം ഭാവത്തേക്ക് രാഹുബന്ധനാണ്. 5-ാം ഭാവത്ത് രാഹു വരും. 11-ാമിടത്തേക്ക് കേതു വരികയാണ്. ഒരു കാര്യവുമില്ലാതെ കണ്ടമാനം മാനസിക സംഘർഷങ്ങൾ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. വെറുതെ മനസ്സിൽ വിഷമമുള്ളവർ ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ചില ആൾക്കാരൊക്കെ എന്താ പറയണേ, ഈ കൂറിലുള്ളവർക്ക് ലഹരിയോടൊക്കെ ആസക്തി തോന്നാൻ പറ്റിയ കാലഘട്ടമാണ്. ലഹരിയിലൊന്നും ചെന്നു പെടാതിരിക്കാൻ ശ്രദ്ധിച്ചോണം. അത് വളരെ നിസ്സാരമായ ലഹരിയായാലും ഒന്നും ചെന്ന് പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം മാനസിക സമ്മർദ്ദം കൂടുക, സ്വഭാവ വൈരുദ്ധ്യങ്ങളുണ്ടാവുക, സ്വഭാവ ദൂഷ്യങ്ങളുണ്ടാവുക, ഇതിനൊക്കെ സാധ്യതകളുണ്ട്. കുട്ടികൾക്ക് അസുഖങ്ങൾ വരാനും കുട്ടികൾക്ക് ദുരിതങ്ങൾ വരാനൊക്കെ ചെറിയ സാധ്യതകളുള്ളവരും അവർക്ക് ചെറിയ ചെറിയ ത്വക്ക് രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള കാരണം സർപ്പത്തിനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം നല്ലതാണ്. മഹാദേവനെ പ്രാർത്ഥിക്കണം നല്ലതാണ്. അതുപോലെ തന്നെ നല്ല ദാനധർമാദികളൊക്കെ അവർ ചെയ്യാമെങ്കിൽ വളരെ നല്ലതാണ്. 9 വ്യാഴമൊക്കെ വന്ന് നല്ല അനുകൂല സമയമാണ്. ഇടയ്ക്ക് 11-ാമിടത്ത് കേതു അവർക്ക് ഗുണകരം തന്നെയാണ്. അവർ ഗണപതി ഭജനം, ഗണപതിക്ക് എല്ലാ ദിവസവും ഏത്തയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് പലവിധ വിഷയങ്ങൾക്കും ഒരാഗ്രഹ പൂർത്തീകരണത്തിലൊക്കെ നടക്കാൻ പറ്റും. പല കാര്യങ്ങളും നടക്കാനുള്ള സാധ്യതകളൊക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില വിഷയങ്ങളിലൊക്കെ ഗുണകരമായ ഒരുപാട് നന്മയുള്ള ഐശ്വര്യമുള്ള കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. അപ്പോൾ ഗണപതി ഭജനം വളരെ കേമാണ്. ഗണപതിക്ക് ചെയ്യാവുന്ന ഏത് വഴിപാടുകളും വളരെ കേമാണ്. അപ്പം മൂടൽ തൊട്ട് എന്തായാലും കുഴപ്പമില്ല. തുലാം കഴിഞ്ഞ് നമ്മൾ വൃശ്ചികക്കൂറിലേക്ക് വരുമ്പോൾ വിശാഖത്തിൻ്റെ അവസാനം അനിഴവും തൃക്കേട്ടയും കൂടുന്ന വൃശ്ചികക്കൂറുകാർക്ക് 4-ാമിടത്ത് രാഹുവും കർമ്മത്തിൽ 10-ൽ കേതുവിൻ്റെ ബന്ധം വരുന്നുണ്ട്. അവർക്ക് ഓൾറെഡി അഷ്ടാഷ്ടമത്തിലേക്ക് വ്യാഴം പോയിട്ടുണ്ട്. അപ്പോൾ വ്യാഴം തന്നെ അവർക്ക് ദുരിത കാലഘട്ടത്തിലാണ്. 10-ലെ കേതു അത്ര പ്രശ്നമില്ലെങ്കിൽ പോലും 4-ാമിടത്ത് നിൽക്കുന്ന രാഹു എന്ന് പറയുന്നത് ചെറിയ ചെറിയ ദുരിതങ്ങളൊക്കെ വേണം. കുടുംബപരമായ ദുരിതങ്ങളൊക്കെ വരാം. കുടുംബത്തിൽ അസ്വാരസ്യങ്ങളുണ്ടാവാം. അനാവശ്യ കലഹങ്ങൾ വരാം. കുടുംബജനങ്ങൾക്ക് അസുഖങ്ങൾ വരാം. സങ്കടങ്ങളായ ന്യൂസുകൾ കേൾക്കാം. അതൊക്കെ ചെയ്യാം. അതുകൊണ്ട് എല്ലാം നിർബന്ധമായിട്ട് അവർ ശനി ഞായർ ദിവസം മഹാദേവനെ തൊഴുതിരിക്കണം. മാസത്തിൽ ഈ പറഞ്ഞ പോലെ മഹാദേവന് കൂവളത്തിലെ മാല ചാർത്തുക, കൂവളത്തിലെ ഇല കൊണ്ട് പുഷ്പാദികൾ കഴിക്കുക, ധാര കഴിക്കുക, കദളിപ്പഴം നിവേദ്യം ചേർത്തുക. ഇതൊക്കെ വളരെ ഗംഭീരമാണ് വൃശ്ചികക്കൂറുകാർക്ക്. അതുപോലെ തന്നെ അഷ്ടമത്തി വ്യാഴമുള്ളവരെ ഞാൻ നിർബന്ധമായി പറഞ്ഞിട്ടുണ്ട്, നല്ല വൈഷ്ണവ ഭജനം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കൂടെ ശൈവ ഭജനങ്ങൾ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുക. ശൈവഭജനം നിർബന്ധമാക്കുക. ചിലപ്പോൾ ജോലിക്ക് ട്രാൻസ്ഫർ കിട്ടാനും ജോലിയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനും ഒക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ അത് കാരണം അതൊക്കെ അനുകൂലമാകാൻ ഗണപതി ഭഗവാനെ ഭജിക്കുന്നതും വളരെ നല്ലതാണ്. വൃശ്ചികക്കൂറ് കഴിഞ്ഞ് നമ്മൾ ധനുക്കൂറിലേക്ക് വരുമ്പം മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യ ഭാഗവും. ധനുക്കൂറുകാർക്ക് 7 വ്യാഴം സഞ്ചരിക്കണം. കാര്യം കണ്ടകശനിയൊക്കെ ഉണ്ടെങ്കിൽ പോലും 9-ാം ഭാവത്തേക്ക് കേതുവും 3-ാമിടത്ത് രാഹുവാണ് വരുന്നത്. അത്ര വലിയ പ്രശ്നങ്ങളൊന്നും അതിനകത്ത് പറയാനില്ല. ചാരവശാലുള്ള മാറ്റങ്ങൾ അത്ര ദുരിതങ്ങളൊന്നും അവർക്ക് കാണിക്കില്ല. ഒന്നാമത് പൂർണ്ണമായ വ്യാഴാനുകൂല്യമുള്ള കാലഘട്ടമാണ്, സമാധാനമുള്ള കാലഘട്ടമാണ്. വ്യാഴം നന്നായിട്ട് ദൃഷ്ടിയുള്ള സമയമാണ്. അതൊരു കേസരി യോഗപ്രദനാണ്. ഒരുപാട് ഗുണകരമായി നിൽക്കുന്ന അവസ്ഥയുണ്ട്. എങ്കിലും ഈ പറഞ്ഞ പോലെയാണ്, സ്വത്ത് തർക്കങ്ങളൊന്നും ഉണ്ടാവാതെ ശ്രദ്ധിച്ചോണം. പ്രത്യേകിച്ച് കൂടപ്പിറപ്പുകളായിട്ടൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ചോണം. പിന്നെ കൂടപ്പിറപ്പുകൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് സങ്കടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥനയ്ക്ക് നാമജപത്തിലൊക്കെ സഹോദരങ്ങൾക്കും കൂടെ കൂടി നാമജപാദികൾ ചെയ്യണത് നല്ലതാണ്. അതൊക്കെ ഏറ്റവും കൂടുതൽ തന്നെ ഇത് ശൈവഗ്രഹങ്ങളായ കാരണം നമഃശിവായയ്ക്ക് തന്നെയാണ് പ്രാധാന്യം.
ശിവ അഷ്ടോത്തരം ജപിക്കുക, ശൈവനാമങ്ങൾ ജപിക്കുക, നമഃശിവായ ജപിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണതാണ്. പിന്നെ ശനിയാഴ്ച നിർബന്ധമായിട്ട് അവരിപ്പോൾ ശനിയുടെ ബന്ധമുള്ള കാരണം അയ്യപ്പനെ തൊഴേണ്ടത് അല്ലെങ്കിൽ ഗണപതിയെ തൊഴേണ്ട ആൾക്കാരാണ്. അപ്പോൾ ഇതും കൂടെ കൂടി അതിനകത്ത് പ്രാർത്ഥനയിൽ ഒന്ന് പെടുത്തിയാൽ മതി, അവർക്കത് ഗുണകരമായ അവസ്ഥാവിശേഷം. അടുത്തത് മകരക്കൂറാണ്. ഈ മകരക്കൂറുകാർക്ക് രണ്ടാമിടത്ത് രാഹുവും അഷ്ടമത്തിൽ കേതുവാണ് പറയുന്നത്. ഈ രണ്ടാം ഭാവത്തെ രാഹു എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാക്കുക, സാമ്പത്തിക ദുരിതങ്ങൾ ഉണ്ടാക്കുക, സാമ്പത്തികപരമായ വിഷയങ്ങൾ ഉണ്ടാക്കുക, അനാവശ്യങ്ങൾ നഷ്ടങ്ങൾ വരിക, പൈസ വരുന്ന മേഖലയ്ക്ക് തടയുക, ഇതിലൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ സാമ്പത്തികം ഉപയോഗിക്കുന്നത് എല്ലാം ശ്രദ്ധിക്കേണ്ട സമയമാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ശിവക്ഷേത്രത്തിൽ ത്രിമുദ്ര നേദിക്കുക, കൂവളത്തിലമാല സമർപ്പിക്കുക, കടുംപായസം കഴിക്കുക ഇത്യാദി കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് മകരക്കൂറുകാർ. കാരണം 2-ലെ രാഹുവിൻ്റെ ബന്ധമാണ്, അഷ്ടമത്തിൽ കേതുണ്ട്, അനാവശ്യ ദുരിതങ്ങളൊക്കെ വരാം. അതുകൊണ്ട് മാസത്തിലൊന്ന് ഗണപതി ഹോമം, ഗണപതി ഭജനം, ഗണപതിയെ നമാതി വയ്ക്കുക, രാഹുവേ നമ, രാഹുവേ നമ, രാഹുവേ നമ, രാഹുവിൻ്റെ നാമങ്ങൾ ജപിക്കുക. അതുപോലെ തന്നെ കേതവായ നമ എന്നുള്ള കേതുവിൻ്റെ നാമങ്ങളൊക്കെ ജപിക്കുക, അതൊക്കെ ചെയ്യിക്കുക. 6-ൽ വ്യാഴം ഉണ്ടായിരുന്ന നാരായണ ഭജനം നിർബന്ധമായും വിഷ്ണു ഭജനം ചെയ്തുകൊണ്ട് പോകണം. സാമ്പത്തിക ഇടപാടുകളിൽ ജാമ്യം നിൽക്കുക, ചിട്ടി കൂടുക, ചിട്ടി പിടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്നും മകരക്കൂറുകാർ ശ്രദ്ധിച്ചോണം. എന്ത് കാര്യത്തിലും പൈസ സാമ്പത്തിക ഇടപാടുകളെല്ലാം വായ്പയൊക്കെ കൊടുക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ചോണം. കുംഭക്കൂറിലേക്ക് വരുമ്പം കുംഭത്തിലാണ് നിലവിൽ രാഹു നിൽക്കുന്നത്, 7-ലാണ് കേതു നിൽക്കുന്നത്. ശരിക്കും അവർക്ക് 7.5 ശനിയുടെ ജന്മശനിയൊക്കെ മാറി 5-ലേക്ക് വ്യാഴമൊക്കെ വന്ന് വളരെ അനുകൂല സമയമാണ്. പക്ഷേ ജന്മത്തിൽ രാഹുവിൻ്റെ ബന്ധം വന്നാലും നാഡീ സംബന്ധമായി, ഞരമ്പ് സംബന്ധമായി രോഗപീഠകളൊക്കെ വരാം, ത്വക്ക് രോഗങ്ങളൊക്കെ വരാം, അങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ വരാം. ഏത് കാര്യം എടുത്താലും തടസ്സങ്ങൾക്ക് ഇത് കൂടാം. അത് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. അത് നിർബന്ധമായിട്ട് നന്നായിട്ട് വളരെ കേമായിട്ട് രാഹു പ്രാർത്ഥന, സർപ്പത്തിന് വഴിപാടുകൾ കഴിക്കാം, നവഗ്രഹങ്ങളിൽ രാഹുവിന് വഴിപാട് കഴിക്കാം, മഹാദേവൻ്റെ പ്രാർത്ഥന നന്നായിട്ട് ചെയ്യുക. കാരണം എന്തായാലും 7.5 ശനി സമയമാണ്. ശനിയാഴ്ച അയ്യപ്പൻ്റെ അമ്പലത്തിൽ, മഹാദേവൻ്റെ അമ്പലത്തിലൊക്കെ പോകണം. അത് ശനി ഞായർ ദിവസം മഹാദേവൻ്റെ അമ്പലത്തിൽ പോയാൽ തന്നെ ഇതിനെല്ലാം പരിഹാരമാവും. അപ്പോൾ 7.5 ശനിയുടെ ദോഷവും ചാരാവശമുള്ള സർപ്പത്തിൻ്റെ ദോഷങ്ങൾ, രാഹു ദോഷങ്ങളൊക്കെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കാം. മാസത്തിലൊന്ന് ഗണപതി ഹോമമൊക്കെ കഴിക്കുക, തടസ്സങ്ങൾ മാറാനായിട്ട്. ഗണപതിക്ക് കറുകമാല ധരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. എല്ലാ ദിവസവും ഗണപതിക്ക് ഏത്തയിട്ട് പ്രാർത്ഥിക്കുന്നതും കുംഭക്കൂറുകാർക്ക് നല്ലതാണ്. അടുത്ത് നമ്മൾ മീനക്കൂറിലേക്ക് വരുമ്പം ഈ പൂരുട്ടാതിയും ഉത്രട്ടാതിയും രേവതിയും കൂടുന്ന മീനക്കൂറ്. മീനക്കൂറ് എന്ന് പറയുന്നത് 12-ാം ഭാവത്ത് രാഹുവും 6-നകത്ത് കേതുവാണ്. ശരിക്ക് ജന്മത്തിൽ ശനി ഇപ്പം നിൽപ്പുണ്ട്. 7.5 ശനിയുടെ ജന്മശനിയാണ്. അവർ ഗണപതി ഭജനവും ശൈവഭജനമൊക്കെ വേണമെന്ന് ഞാൻ നേരത്തെ കൂട്ടി പറഞ്ഞിട്ടുള്ള ഒരാൾക്കാരാണ്. പക്ഷേ ഈ 12-ാമിടത്ത് രാഹുവിൻ്റെ ബന്ധം വരുമ്പോൾ ഈ പറഞ്ഞ പോലെയാണ് ശിരോരോഗങ്ങൾ, നേത്രരോഗങ്ങൾ, കണ്ണിന് അസുഖങ്ങൾ, കഴുത്തിന് അസുഖങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരാം. ഒരു കാര്യമില്ലാതെ കഫത്തിൻ്റെ അസുഖങ്ങൾ വരാം. അപ്പോൾ അതുകൊണ്ടൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇതൊന്നും സീരിയസ് ആവണമെന്നില്ല, ശ്രദ്ധിക്കണം, അത്രയും മാത്രമേ ഉള്ളൂ. അത് ശ്രദ്ധിച്ച് കൊണ്ടുപോകുമ്പം അത് വളരെ കേമാണ്. അതുപോലെ തന്നെ ഈ ഗണപതിക്ക് കറുകമാല, കദളിപ്പഴ നിവേദ്യം, കറുക സമർപ്പിക്കുക, നാളികേരം മുട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ല മീനക്കൂറുകാർ. കാരണം അവർക്ക് 4-ലേക്ക് വ്യാഴമുണ്ട്. അത്യാവശ്യം 3-ലെ വ്യാഴമല്ല, 4-ലേക്ക് വ്യാഴം കുറച്ച് അനുകൂലമൊക്കെ ഉണ്ട്. ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. തലകറക്കം പോലെയുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഇയർ ബാലൻസിൻ്റെ അസുഖമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. തന്നെയൊന്ന് യാത്ര ചെയ്യരുത്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതാണ്. പൊതുവെ 12 രാശിയുടെ രാഹുകേതുക്കളുടെ ഫലം ഈ നമ്മൾ ശരിക്കും പെട്ടെന്നൊന്ന് പ്രാർത്ഥിച്ചാൽ ശൈവഗ്രഹങ്ങളായി കഴിഞ്ഞാൽ പെട്ടെന്ന് അനുകൂലമാകുന്ന ഗ്രഹങ്ങളാണ് രാഹുവും കേതു. പക്ഷെ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് വളരെ ദുരിതത്തിലേക്ക് എത്തിക്കാനും പറ്റിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ദുരിതം പറഞ്ഞ നക്ഷത്രക്കാർ, നാമജപാദികൾക്ക് ശൈവത്തിനും അല്ല കേതുവിനാണെങ്കിലും രാഹുവിനാണെങ്കിലും മഹാദേവ പ്രാർത്ഥനയാണ് ഏറ്റവും ശക്തം. നമഃശിവായ ജപത്തിന് ഒരു കുറവ് വരുത്തരുത്. അതുപോലെ ഗണപതിയും നവഗ്രഹ ക്ഷേത്ര ദർശനങ്ങൾക്ക് വരുത്തരുത്. കേതവായ നമ എന്നുള്ള കേതുവിൻ്റെ നാമം ജപിക്കാം, ഗണപതിയെ നമാന്ന് ജപിക്കാം, ഇത് കേതുവിന് നല്ലതാണ്. രാഹവേ നമ, രാഹുവേ നമ എന്ന് പറയുന്ന നാമജപാദികളൊക്കെ രാഹുവിന് സമർപ്പിക്കാം, നമഃശിവായ ജപിക്കാം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്യന്തം ദുരിതങ്ങളൊന്നുമില്ലാതെ നമുക്ക് ഈ വർഷം കടന്നു കൂട്ടാൻ പറ്റും.
ഏറ്റവും അത്യന്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരങ്ങൾ അറിഞ്ഞിട്ട് അതനുസരിച്ച് പ്രാർത്ഥന നടത്തുന്നതാണ് നമ്മുടെ നന്മയാണ്. വിവരങ്ങൾ അറിഞ്ഞ് അതനുസരിച്ച് ജപാദികൾ ചെയ്യുമ്പോഴാണ് നമുക്ക് നന്മയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ആ നന്മയും ആ ജപാദികൾ കൊണ്ടും ആ പ്രാർത്ഥന കൊണ്ടും അമ്പല ദർശനം കൊണ്ടും ഇപ്പറഞ്ഞ വിഷയങ്ങൾക്കെല്ലാം നമുക്ക് മറികടന്ന് സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിലെത്താൻ സാധിക്കും. പ്രത്യേകിച്ച് ഒരുപാട് വ്യാകുലപ്പെടേണ്ട അവസ്ഥയൊന്നുമില്ല. ഒരു വ്യാകുലവും വേണ്ട, സമാധാനമായിട്ട് പോകും. നമസ്കാരം. ഗോവിന്ദമുരളി.